നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മാമാങ്ക സ്മാരകങ്ങൾക്ക് രക്ഷയായത് VSന്റെ ഇടപെടൽ. ബസ് സമരം പിൻവലിച്ചു. കർക്കിടകവാവ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം ഒരുങ്ങി. ഓഗസ്റ്റ് 1 മുതൽ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി ഗതാഗത നിയന്ത്രണം. പൊന്നാനിയിൽ ബൈക്കിലെത്തിയ വയോധികയുടെ മാല പൊട്ടിച്ച പ്രതി പിടിയിലായി. അമ്പിളി അറിവിനും അമ്പിളിപ്പാട്ടുമായി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. മാമാങ്ക സ്മാരകങ്ങൾക്ക് രക്ഷയായി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നടത്തിയ ഇടപെടലുകൾ. അന്യാധീനപ്പെട്ടുകൊണ്ടിരുന്ന മാമാങ്ക സ്മാരകങ്ങൾ അടിയന്തരമായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മാമാങ്ക സ്മാരക സംരക്ഷണ സമിതി നടത്തിയ പോരാട്ടങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു പരിഹാരവും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് VS അച്യുതാനന്ദൻ ഇടപെട്ട് വിഷയം പരിഹരിച്ചത്. സ്വകാര്യ വ്യക്തികൾ മാമാങ്ക സ്മാരകങ്ങൾ തകർക്കും എന്ന അഭ്യൂഹം വ്യാപകമായതിനെ തുടർന്ന് മാമാങ്ക സ്മാരക സംരക്ഷണ സമിതി ചെയർമാൻ ചിറക്കൽ ഉമ്മറും സഹപ്രവർത്തകൻ CP ശിഹാബും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VSനെ കന്റോൺമെന്റ് ഹൌസിൽ പോയി നേരിൽ കാണുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. എല്ലാം കേട്ട ശേഷം സമരത്തിന് പിന്തുണ അറിയിക്കുകയും നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചു. സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കാമെന്ന് സർക്കാർ നിയമസഭയിൽ ഉറപ്പു നൽകി. എന്നാൽ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് VSന് ഇഷ്ടമായില്ല. ഇതേ തുടർന്ന് മാമാങ്ക സ്മാരക സംരക്ഷണ സമിതി നേതാക്കളെ VS നേരിട്ട് വിളിക്കുകയും 2 ദിവസത്തിനകം സ്മാരകങ്ങൾ സന്ദർശിക്കാൻ എത്താമെന്നും അറിയിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദന്റെ വിയോഗം തിരുനാവായെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഓർക്കാനും ഇന്നും രേഖപ്പെടുത്താനുമുള്ള ഒന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഇന്ന് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് ലോകത്ത് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വരെ തിരുനാവായിലേക്ക് ആളുകൾ വരികയും സന്ദർശിക്കുകയും ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മാമാങ്ക സ്മാരകങ്ങളുടെ സംരക്ഷണത്തിന് ഇടപെടലുകൾ അദ്ദേഹം നടത്തിയത്. ആ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതൊരു സംരക്ഷിത സ്മാരകമായിട്ട് സംരക്ഷിക്കപ്പെടാൻ തയ്യാറായത്. അദ്ദേഹത്തെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി നേരിട്ട് കാണുകയും തുടർന്ന് അദ്ദേഹം നമ്മളെ വിളിക്കുകയും തിരുനാവായിൽ വരികയും അന്യാധീനപ്പെട്ടുകൊണ്ടിരുന്ന മാമാങ്ക സ്മാരകങ്ങൾ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഫലം വിജയിക്കുകയും ഇന്ന് ധാരാളം പഠിതാക്കൾ ഇവിടെ സന്ദർശിക്കുന്നു, ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്നു. അവർക്കാവശ്യമായ സൗകര്യങ്ങൾ സംസ്ഥാന പുരാവസ്തു വകുപ്പും അതിലുപരി മലപ്പുറം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ്. പറഞ്ഞ ദിവസം കൃത്യസമയത്ത് തന്നെ VS എത്തി. മാമാങ്ക സ്മാരക സംരക്ഷണ സമിതി ഭാരവാഹികളായ കാളിയാടൻ മുസ്തഫ, KP അലവി, ചിറക്കൽ ഉമ്മർ തുടങ്ങിയവരുമായി ചർച്ച നടത്തിയ ശേഷം മഞ്ഞളാംകുഴി അലി MLAയോടൊപ്പം മാമാങ്ക സ്മാരകങ്ങൾ സന്ദർശിച്ചു. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കരിമ്പനക്കൽ മൂസക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് VSനെ സ്വീകരിച്ചത്. തുടർന്ന് മാമാങ്ക ഉത്സവത്തിനും സ്മാരകം നിർമ്മിക്കാനും കൂടുതൽ സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് മുഖ്യമന്ത്രിയായപ്പോൾ 3 മാസത്തിനകം മാമാങ്ക സ്മാരകങ്ങൾ സർക്കാർ സംരക്ഷിത സ്മാരകങ്ങളായി നിലനിർത്തി ഉത്തരവിറക്കി. വെട്ടന്യൂസ് തിരുനാവായ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ നിരക്ക് വർധനയുൾപ്പെടെ സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പിന്മാറ്റം. 29-ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ് ഉടമ സംഘടനാ നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി ചർച്ച നടത്തും. ചർച്ചയിൽ സംയുക്ത സമിതി ഭാരവാഹികളായ ഹംസ എരിക്കുന്നേൽ, D ഗോപിനാഥൻ, ഗോകുലം ഗോകുൽദാസ്, KK തോമസ്, ബിപിൻ ആലപ്പാട്, KB സുരേഷ് കുമാർ എന്നിവർ വിവിധ സംഘടനകളെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തു. വെട്ടന്യൂസ് മലപ്പുറം. കർക്കിടകവാവിനുള്ള ഒരുക്കങ്ങൾ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ പൂർത്തിയായി.
ലക്ഷത്തോളം പേരെയാണ് ഇത്തവണയും ദേവസ്വം പ്രതീക്ഷിക്കുന്നതെന്നും പുലർച്ചെ 2-ന് ബലിതർപ്പണം ആരംഭിക്കുമെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ അറിയിച്ചു. 24-ലാണ് വാവ്. പങ്കെടുക്കുന്നവർക്കുള്ള ടോക്കൺ ദേവസ്വം ഓഫീസിൽ നിന്ന് വിതരണം ചെയ്തു തുടങ്ങി. ക്ഷേത്ര പരിസരമാകെ പന്തലൊരുക്കിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി പോലീസും ദേവസ്വവും ചേർന്ന് 100-ലേറെ CCTVകളും സ്ഥാപിച്ചിട്ടുണ്ട്. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 200-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് വോളണ്ടിയർമാരും സുരക്ഷയൊരുക്കാനുണ്ടാകും. ചടങ്ങിൽ പങ്കെടുക്കുന്നവർ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങുന്നതിനാൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നത്. സുരക്ഷാ ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരും കടവുകളിലുണ്ടാകും. ആരോഗ്യ വിഭാഗവും KSCBയും പഞ്ചായത്തും റവന്യൂ വകുപ്പുമെല്ലാം രംഗത്തുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കൊടക്കൽ താഴം നവമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട്, നീള പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ബലിതർപ്പണത്തിനായി തലേന്ന് വാഹനത്തിലെത്തുന്നവർക്ക് ഇവിടെ താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അന്ന് രാത്രി 9 മണിവരെ ഇവർക്ക് ഭക്ഷണ വിതരണവും നടക്കും. വാവ് ദിവസം ഇവിടെ എത്തുന്നവർക്കെല്ലാം നിള ഓഡിറ്റോറിയത്തിൽ പ്രഭാത ഭക്ഷണം നൽകുമെന്നും കെ പരമേശ്വരൻ പറഞ്ഞു. വെട്ടന്യൂസ് തിരുനാവായ. ഓഗസ്റ്റ് 1 മുതൽ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി ഗതാഗത നിയന്ത്രണം ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 15-ന് മംഗലം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സർവകക്ഷി യോഗം ചേരുകയും പാലത്തിന്റെ നിലവിലെ അവസ്ഥയിൽ യോഗം ആശങ്ക പ്രകടിപ്പിക്കുകയും ഉണ്ടായി. സർവകക്ഷി യോഗം തീരുമാനത്തിനനുസരിച്ച് പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും മാത്രമായി ആഗസ്റ്റ് 1 മുതൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ സബ് ഡിവിഷൻ തിരൂർ അറിയിച്ചു. കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴിയുള്ള വാഹനങ്ങൾ കൂട്ടായി അരിക്കാഞ്ചിറ മാങ്ങാട്ടിരി പൂക്കൈത റോഡ് വഴിയും ആലിശ്ശേരി കുഞ്ഞൂലിക്കടവ് മംഗലം വഴിയും മാറി സഞ്ചരിക്കാവുന്നതാണ്. വെട്ടന്യൂസ് കൂട്ടായി. പൊന്നാനി ബിയ്യങ്കായലിന് സമീപം ജൂൺ 20-ന് ബൈക്കിലെത്തി BM സ്വദേശിനിയായ വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതിയെ കോഴിക്കോട് നിന്നും പൊന്നാനി പോലീസ് പിടികൂടി. കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി സ്വദേശി റംബൂട്ടാൻ അനസിനെയാണ് പൊന്നാനി പോലീസ് 1.5 മാസത്തിനൊടുവിൽ പിടികൂടിയത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി മൊബൈൽ മോഷണം, മാല പൊട്ടിച്ച കേസ് തുടങ്ങിയ 25ഓളം കേസുകളിൽ പ്രതിയായ അനസിനെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ്, SI-മാരായ യാസിർ, നിതിൻ, ആന്റോ ഫ്രാൻസിസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ, S. വിപിൻ രാജ്, CPO-മാരായ ഹരിപ്രസാദ്, ശ്രീരാജ്, രഞ്ജിത്ത്, തിരൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ SI ജയപ്രകാശ്, ASI ജയപ്രകാശ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാർ, ഉണ്ണിക്കുട്ടൻ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പൊട്ടിച്ച സ്വർണം കാസർഗോഡ് വിൽപ്പന നടത്തിയതായും പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനെ അറിയിച്ചു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതി മാല പൊട്ടിക്കാൻ എത്തിയത്. 100ഓളം CCTV ക്യാമറകൾ നിരീക്ഷിച്ചും മുമ്പ് സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട 15ഓളം പേരെ നിരീക്ഷിച്ചും കളവ് കേസുകളിൽ പ്രതികളായ 40ഓളം പേരുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് 1 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് എത്തുന്നത്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3 കിലോഗ്രാം സ്വർണം കവർന്ന കേസിലും അനസ് പ്രതിയാണ്. സംഭവത്തിന് ശേഷം തിരുവനന്തപുരം, എറണാകുളം, വയനാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പൊന്നാനി പോലീസ് പിടികൂടിയത്. ബൈക്കിലെത്തി മാല പൊട്ടിച്ച ശേഷം ബൈക്ക് റെയിൽവേ പാർക്കുകളിൽ നിർത്തിയിട്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചെത്തി ബൈക്ക് എടുത്തു കൊണ്ടുപോകുന്നതാണ് ഇയാളുടെ രീതി. റോഡുകളിലെ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സംസ്ഥാനത്തിനുടനീളം മാല പൊട്ടിച്ച മറ്റു കേസിലും അനസിന് പങ്കുണ്ടോ എന്നും കേസിൽ കൂടുതൽ പ്രതികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് അറിയിച്ചു. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെട്ടന്യൂസ് പൊന്നാനി. ചാന്ദ്രദിനത്തിൽ അമ്പിളി അറിവിനായി അമ്പിളിപ്പാട്ടുകളുമായി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ. പറവണ്ണ സെൽഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് അമ്പിളിപ്പാട്ടുകൾ പാടി ചാന്ദ്രദിനം ആഘോഷമാക്കിയത്. അമ്പിളിക്കഥകൾ പറഞ്ഞും കവിതകൾ പാടിയും അധ്യാപകർ ചാന്ദ്രദിനത്തിന്റെ സവിശേഷതകൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ചിത്രരചനയും കളറിംഗും സംഘടിപ്പിക്കുകയുണ്ടായി. അധ്യാപകരായ A. പ്രേമ, P. ദീപ, CMA സനൂഫിയ, A. ഷൈബ, A. ലിജിന, P. രോഹിണി എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് പറവണ്ണ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.